ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഒടുങ്ങാത്ത കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹയർച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നടത്താൻ വേണ്ടി വക്കീലന്മാരും പിന്നെ പൂഴ്ത്തി വെച്ച പണമുണ്ടെങ്കിൽ ലോകാവസാനം വരെ കേസ് കൊണ്ട് കളിക്കാമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നും ഹയർച്ചിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അവർ പറയുന്നത് അന്വേഷണം ശരിയായ ദിശയിലല്ല, നമ്മൾ ബഡ്സ് നിയമവിരുദ്ധമായിട്ടുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുറേ സാമ്പത്തിക ഇടപാടുകളുടെ ചില പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ കമ്പനിക്ക് ഉള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക കുറ്റം അന്വേഷിക്കുന്ന ഏജൻസി നമ്മുടെ കേസ് അന്വേഷിക്കണം, ഇപ്പോൾ അന്വേഷണം നിലച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതിന് പോലീസിന് നിർദ്ദേശം കൊടുക്കണം, സാമ്പത്തിക വിഭാഗം ഈ അന്വേഷണം കൈമാറാൻ വേണ്ടിയിട്ട്. ഇത് ഒരു 2 മാസം മുമ്പേ തന്നെ ശ്രീന പ്രതാപൻ ADGPക്ക് പരാതി കൊടുത്താണ് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ചൂട് പിടിച്ചിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ ന്യൂട്ടൺസിൻ്റെ വക്കീലന്മാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കോർട്ട് 5B ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് K. ബാബു സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. അപ്പോൾ ഇത് പോലീസിൻ്റെ എടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേസ് 16-ാം തീയതിക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നാളെ ഹയർച്ചിൻ്റെ MD ആയ പ്രതാപന് സെറ്റിൽമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ജാമ്യം അനുവദിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ED ഹൈക്കോടതിയിൽ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേസ് നാളെയുണ്ട്. നാളെ CS രാജ് സാറുടെ ബെഞ്ചിലാണ് ഇത്. അവിടെയും ഇവർ ഈ ജാമ്യം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന അപേക്ഷയുടെ കൗണ്ടർ ഫയൽ ചെയ്യാതെ നീട്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കേസ് കൊടുത്ത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക എന്നുള്ള തന്ത്രമാണ് ഹയർച്ച് വിലസിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ള സംഭവങ്ങൾ തുറന്ന് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു കേസിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ബൈ.